റെക്കോർഡ് സ്റ്റാർട്ട് ആണ്. സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗദയജ്ഞത്തിന്റെ 199 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്നത് ശ്രീമതി പ്രഭാവതി, കണ്ണൂര് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബാലവികാസ് ഒക്കെയാണ് ആള്. അദ്ദേഹമാണ് നമുക്ക് വേണ്ടി അനുഭവം പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഹോസ്റ്റ് പ്രേമസായി കാസർഗോഡാണ്. നമ്മുടെ കോർഡിനേറ്റർ ഗീതാ പത്മനാഭൻ ബാംഗ്ലൂരാണ്. ഇന്ന് പ്രഭാതിക്ക് വേണ്ടി പാടുന്നത് ബാലവികാസ് സ്റ്റുഡൻ്റായ ഗൗതമാണ്. ഗൗതം. ഓം ശ്രീ സായിരാം. ഗീതാ പത്മനാഭൻ ഉണ്ടോ? ഉണ്ട്. സായിരാം. തുടങ്ങിക്കോളൂ. തുടങ്ങിയിട്ട് പ്രഭാതിക്ക് ആരംഭിക്കും. സായിരാം. ഞാനൊരു 3 ഓംകാരവും 3 സായ ഗായത്രിയും ജപിച്ചു കഴിയുമ്പോൾ ശ്രീമതി പ്രഭാവതി വാണി വായിക്കാൻ തുടങ്ങാം. സായിരാം. സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ശാന്തി ശാന്തി ശാന്തി. സായിരാം. വായന തുടങ്ങാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ 10 മിനിറ്റ് വായിക്കുക, 15 മിനിറ്റ് നമ്മുടെ അനുഭവം പറയുക. അങ്ങനൊരു ടൈമിന് നിർത്തണേ. സായിരാം. സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ശ്രീ സത്യസായി വാണി ഭാഗം 14 മധുര ഭക്തി എന്ന ടോപ്പിക്കാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. യമുനാ തീരം. കുളിർ കോരുന്ന ഇളം കാറ്റ് കൃഷ്ണന്റെ മുരളിയിൽ നിന്നും മധുരവും മൃദുലവുമായ ദിവ്യ സംഗീത തരംഗങ്ങൾ കാതിൽ പകരുന്നു. അരക്കെട്ടിൽ വലിയൊരു കുടം വഹിച്ചുകൊണ്ട് രാധ ഉയർന്ന് ഒരു മണൽക്കൂനിൽ നിന്നും നദിയിലേക്ക് ഇറങ്ങി വന്നു. പകുതി വഴി ചെന്നപ്പോൾ അവൾ നിന്നുപോയി. കൃഷ്ണൻ നിന്ന സ്ഥലത്ത് നിന്ന് രാധ രാധ എന്നിങ്ങനെ അവളുടെ നാമം വായിലൂടെ ഒഴുകിയെത്തുന്നത് അവൾ കേട്ടു. മിഴികൾ പരമാവധി വിടർത്തി അവൾ 4 പാടും നോക്കി. എങ്ങും ആരെയും കാണുന്നില്ല. ചുറ്റും മനുഷ്യ സാന്നിധ്യമേ അനുഭവപ്പെടുന്നില്ല. കൃഷ്ണൻ ഇങ്ങനെയാണ് എന്നും. രാധ മൂർച്ഛിച്ച് നിലംപതിച്ചു. അപ്പോഴും ആ കുടം അവളുടെ പിടിയിൽ അമർന്നു നിന്നു. പെട്ടെന്ന് അവൾ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നു. അങ്ങില്ലാത്ത ഒരു സ്ഥലവുമില്ല. കൃഷ്ണനെ വിളിച്ചുകൊണ്ട് അവൾ ഹൃദയത്തിൽ പറഞ്ഞു, ആ വിളി വന്നണഞ്ഞത് അങ്ങയിൽ നിന്ന് തന്നെയാണ് തീർച്ച. അത്രത്തോളം സൗമ്യവും മധുരവും ആകുവാൻ മറ്റാർക്കും കഴിയുകയില്ല. അങ്ങയോട് ഒരു വരം ഞാൻ ആവശ്യപ്പെട്ടോട്ടെ. അങ്ങാണ് ഞങ്ങൾക്ക് ഓരോ വേഷവും അഭിനയിക്കാൻ തന്നത്. ഞങ്ങളുടെ ഭാഗങ്ങൾ ആകാവുന്നിടത്തോളം ഭംഗിയായി ഞങ്ങൾ കളിച്ചു തീർത്തു. ചിരിക്കാനും കരയാനും ഞങ്ങളെ പ്രേരിപ്പിച്ചത് അങ്ങാണ്. എന്നിട്ടും തൃപ്തിയാവോളം അങ്ങ്
അതൊക്കെ ആസ്വദിച്ചു. എനിക്ക് മതിയായി. ദയവ് ചെയ്ത് ഞാൻ വന്നിടത്തേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിച്ചാലും. ആശയിലും നിരാശയിലും കോപത്തിലും പ്രതീക്ഷയിലും ഉത്കണ്ഠയിലും മോഹത്തിലും ഞാൻ എന്നെ തന്നെ വിളിച്ചു. മധുരമായ നാദം, മൃദുല സ്പർശം, വിലോഭനീയമായ ദൃശ്യം, മാദകമായ ഗന്ധം എന്നിങ്ങനെയുള്ള ഐന്ദ്രിയാനുഭവങ്ങളിൽ ഞാൻ അനുഭവിച്ചു. നിത്യയുടെ മഞ്ജീരധ്വനി എൻ്റെ കണങ്കാലുകളിൽ മുഴങ്ങിയിരുന്നു. ലോകത്തിന്റെ വാഴ്ത്തലും നിന്നയും ഞാൻ നേരിട്ട് പാടിയപ്പോൾ വിഭ്രാന്തി താളത്തിൽ വാദ്യമടിച്ച് തമോ ഗുണവും രജോ ഗുണവും പശ്ചാത്തല സംഗീതത്തോടെ നൃത്തത്തിൽ എന്നെ പ്രേരിപ്പിച്ചു. ഇപ്പോൾ ഇതാ എൻ്റെ അംഗങ്ങൾ തളരുന്നു. സർവവും എനിക്ക് അസഹ്യമായി തോന്നുന്നു. കളി ഇവിടെ അവസാനിക്കട്ടെ. ദയവ് ചെയ്ത് ഈ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്നാൽ കൃഷ്ണൻ ആ പ്രാർത്ഥന സ്വീകരിച്ചില്ല. അദ്ദേഹം കൂടുതൽ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഭഗവാൻ ഒരു തെളിഞ്ഞ കണ്ണാടി, അതിൽ നിർമ്മല ഹൃദയം കൂടുതൽ നിർമ്മലമായി പ്രതിഫലിക്കും. രാധ കൃഷ്ണന്റെ പ്രതിരൂപം തന്നെ. അദ്ദേഹത്തിന്റെ ഹർഷോന്മാദത്തിന്റെ മൂർത്തിവൽ ഭാവം. രാധ കൃഷ്ണന്റെ ആഹ്ലാദനീ ശക്തി. അതുകൊണ്ടാണ് അവർ യമുനാ പുളിനത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം രാധ രാധ എന്ന് വിളിച്ചത്. രാധ തുടർന്നു, അങ്ങയുടെ പാദങ്ങളിൽ എൻ്റെ ഭക്തിയുടെ അനർഘരത്നം സമർപ്പിക്കാൻ ഏറ്റവും പറ്റിയ സുവർണാവസരമാണിത്. കഷ്ടം, അതിപ്പോഴും മുറിക്കപ്പെടാതെ നിഷ്പ്രഭമായി കിടക്കുന്നു. ഞാൻ ദീർഘകാലമായി തെറ്റായ ഒരു വിശ്വാസം പുലർത്തിയിരുന്നു. ലോകം മധുരം മാത്രമാണെന്ന്. എന്നാൽ അത് കയ്പ് നിറഞ്ഞതും കൂടിയാണ്. എനിക്ക് മതിയായി. അങ്ങേക്ക് അറിയാമല്ലോ. അതുകൊണ്ട് 3 ഗുണങ്ങൾ എന്നിൽ നിർഭരം, സാത്വികം, രാജസികം, താമസികം എന്ന് പ്രകൃതി സ്ത്രൈണമായതുകൊണ്ട് ഞാനും അതെ. പ്രകൃതി സ്ത്രൈണമായതിനാൽ അതിൻ്റെ പ്രതിനിധിയായ രാധയും സ്ത്രീ തന്നെ. സ്ത്രീ എന്ന സംസ്കൃത ശബ്ദത്തിന് 3 അക്ഷരങ്ങളുണ്ട്. സ, ത, ര. ഈ ഓരോ അക്ഷരവും ഓരോ ഗുണത്തെ സൂചിപ്പിക്കുന്നു. സ സത്വത്തെയും, ത താമസികതയെയും, ര രജോഭാവത്തെയും. സ്ത്രീകളിൽ സത്വഗുണം ധാരാളമുണ്ട്. അത് സഹായകം, മൃദുലം, കരുണാമയം, വിനീതം, വിശ്വസ്തം. അവരിൽ തമോ ഗുണവും വളരെയേറെയുണ്ട്. അതുകൊണ്ടാണ് അവർ ഭയാശീലരും ലജ്ജാലോലരും അസാഹസികരുമായി വർത്തിക്കുന്നത്. സ്ത്രീകൾ ഇങ്ങനെയാവുന്നത് നല്ലത് തന്നെ. രജോ ഗുണത്തിന്റെ ചെറിയൊരംശം മാത്രമേ പ്രകൃതി അവരിൽ നിക്ഷേപിച്ചിട്ടുള്ളൂ. തീർച്ചയായും ഇത് പൊതുവായ ഒരു സത്യം മാത്രം. രജോ ഗുണം മുന്തി നിൽക്കുകയും തമോഭാവം പിന്നിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന അപവാദങ്ങളും കണ്ടേക്കാം. രജോ ഗുണം സ്ത്രീകളെ ഉഗ്രമായ നിലയിൽ ധീരരും സാഹസികരും സ്വാതന്ത്ര്യേച്ഛയുള്ളവരുമാക്കാം. സ്ത്രീകളുടെ ലക്ഷണമായി രജോ ഗുണം സ്വീകരിക്കപ്പെടുന്ന ദിനം സ്ത്രീത്വത്തെ സംബന്ധിച്ച അന്ത്യത്തിന്റെ ആരംഭമാണ് കുറിക്കുന്നത്. പുരുഷന് ഒരു വീടേ ഉള്ളൂ. എന്നാൽ സ്ത്രീക്ക് 2 വീടുകൾ ഉണ്ട്. അവൾ ജനിച്ചതും വളർന്നതുമായ വീട്, അവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീട്. അവൾ എല്ലാ നിയമങ്ങളും ലംഘിച്ച് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തോടെ നടക്കുമ്പോൾ 2 കുടുംബങ്ങളുടെയും, സ്വന്തം കുടുംബത്തിന്റെയും ജാമാതാക്കളുടെ കുടുംബത്തിന്റെയും പേരിനും പെരുമക്കും അവൾ ഭീഷണിയാവുന്നു. ഭാരതീയ സംസ്കാരവും ആത്മീയ പാരമ്പര്യവും സ്ത്രീകൾക്ക് സമുന്നതമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. കാരണം അവളിലാണ് സാമൂഹിക ഘടനയുടെ മുഴുവൻ ശക്തിയും പ്രതിഷ്ഠിതമായിട്ടുള്ളത്. അവൾ
ഭർത്താവിന്റെ സഹായിയും സഖിയുമാണ്. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഗുരുവാണ്. അവരുടെ സാമൂഹിക മനോഭാവങ്ങൾക്ക് ദൃഷ്ടാന്തം. അവൾ സംഭാഷണം ചെയ്തു തുടങ്ങുന്നതിന് മാതൃക. അവരുടെ ആരോഗ്യത്തിന്റെ, മാനസിക സുഖത്തിന്റെ പരിപാലിക. ഭർത്താവിന്റെ അർദ്ധാംഗിയാണവൾ. പക്ഷെ പല ക്ഷേത്രങ്ങളും ഉണ്ട് ഈശ്വരനെ അർദ്ധനാരീശ്വരനായി ആരാധിക്കുന്നതായിട്ട്. വലത് പാതി പുരുഷനും ഇടതു പാതി സ്ത്രീയും ചേർന്ന രൂപമാണ് അർദ്ധനാരീശ്വരൻ. ഒരു രാജ്യത്തിന്റെ മാന്യതയും മഹിമയും സ്ത്രീയുടെ കൈകളിൽ നിക്ഷിപ്തം. മതപരമായ ചടങ്ങ് നടത്തേണ്ടി വരുമ്പോൾ, ദേവീദേവന്മാരെ ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ പൂജിക്കേണ്ടി വരുമ്പോൾ പത്നി ഭർത്താവിന്റെ പാർശ്വത്തിലിരിക്കണം, അല്ലെങ്കിൽ ആ ക്രിയ ഫലശൂന്യമാകും. ഭാരതീയ ദൈവീക മതഗ്രന്ഥങ്ങളിൽ വിവാഹിതയായ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന അത്യുന്നത സ്ഥാനമാണിത്. പത്നിയുടെ സമ്മതം കൂടാതെയുള്ള ഒരു ധാർമ്മിക ദാനത്തിനും വിലയില്ല. ഈ അനുഷ്ഠാനങ്ങൾ സ്വയം ചെയ്യാൻ തീർച്ചയായും അവൾക്ക് അധികാരമില്ല. അതുകൊണ്ടാണ് അവൾ അബല എന്നറിയപ്പെടുന്നത്. ബലമില്ലാത്തവൾ എന്ന് പറയുമ്പോൾ അർത്ഥമാകുന്നത് ക്രിയകൾ ചെയ്യുവാനുള്ള ആത്മീയ ശക്തി എന്നാണ്. ദൗർഭാഗ്യവശാൽ ഈ വാക്ക് പ്രചാരം പ്രാപിച്ച സർവകർമ്മ രംഗങ്ങളിലും സ്ത്രീ അടിസ്ഥാനപരമായി ദുർബലയും ശക്തിഹീനയുമാണെന്ന് ഒരു വിശ്വാസം വളരാനിടയുണ്ടായിട്ടുണ്ട്. ഇത് ഭീമാബദ്ധമാണ്. സ്ത്രീകൾ ദുർബലരല്ല. ചില ക്രിയകൾ നടത്താൻ അവർക്ക് അധികാരമില്ലെന്നേ ഉള്ളൂ. രാമൻ അശ്വമേധയാഗം നടത്താൻ നിശ്ചയിച്ചപ്പോൾ സീത വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കെ സീതയുടെ ഒരു കാഞ്ചന പ്രതിമ നിർമ്മിച്ച് രാമന്റെ പാർശ്വത്തിൽ പ്രതിഷ്ഠിച്ച് യാഗം നടത്തി അത്രേ. 6 തരം ഭക്തിഭാവങ്ങളുണ്ട്. ശാന്തം, സഖ്യം, ദാസ്യം, വാത്സല്യം, അനുരാഗം, മധുരം എന്നിങ്ങനെ. ഈ 6 ഏറ്റവും സമുന്നതമായിട്ടുള്ളത് മധുര ഭക്തിയാണ്. പാല് ഉറയിഴച്ച് തൈരാക്കുന്നു. അത് കടഞ്ഞ് വെണ്ണയെടുക്കുന്നു. ആ വെണ്ണ ഉരുക്കി നെയ്യാക്കുന്നു. നെയ്യാണ് അന്ത്യം. അതുപോലെ വിഭുവിൽ വിലയം പ്രാപിക്കുന്ന അനുഭവത്തിന്റെ അന്ത്യഘട്ടമാണ് മധുരഭക്തി. ലക്ഷ്യം പ്രാപിക്കുന്നതോടെ യാത്ര നിൽക്കുന്നു, കാല് നിശ്ചലമാകുന്നു. മധുരാനുഭവം ആർജിക്കപ്പെടുന്നതോടെ മറ്റെങ്ങും പോകുന്നില്ല, കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് വരുന്നു. മധുരഭക്തിയിൽ ഭഗവാന്റെ സാകല്യം അനുഭൂതമാകുന്നു. അദ്ദേഹത്തിന്റെ പൂർണ്ണാവസ്ഥ പ്രേമഭാവം. സൈറാം. സൈറാം, അനുഭവം പറഞ്ഞോളൂ. സൈറാം, ഞാൻ 2024 ഒക്ടോബറിൽ സംസാരിച്ചിട്ടുണ്ട് യാന്ത്രശൗചയജ്ഞത്തില്. എല്ലാവരും ഈ പ്രോഗ്രാമിൽ അന്നുണ്ടായിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാന് സർവീസിൽ, ഗവൺമെന്റ് സർവീസിൽ ആദ്യം റൂറൽ ഡെവലപ്മെന്റിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. ചൈൽഡ് ഡെവലപ്മെന്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വകുപ്പാണ്. പിന്നെ പറഞ്ഞാൽ ജനിച്ചതും വളർന്നതും ഒക്കെ ആധ്യാത്മിക അന്തരീക്ഷമുള്ള ഒരു കുടുംബത്തിലായിരുന്നു. അമ്മ ജോലിക്ക് പോകുമ്പോൾ, അതായത് അമ്മ ടീച്ചറായിരുന്നു, മുത്തശ്ശിയിൽ നിന്നും ധാരാളം പുരാണ കഥകളും മൂല്യഗാനങ്ങളും ഒക്കെ കേൾക്കാനുള്ള അവസരം വളരെ ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അച്ഛനിൽ നിന്ന് പഠിച്ചത് ഭഗവത്ഗീതയോടുള്ള ഒരു അഭിവാഞ്ച അന്നേ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ എവിടെ ഗീത കേൾക്കാനും ഇതിൻ്റെ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഒരിക്കലും പാഴാക്കാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ ഭഗവാനിലേക്ക് എത്തിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്.
1960-കളിൽ ഭഗവാനെ അറിഞ്ഞ ഒരു കുടുംബത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ പിന്നെ അന്തരീക്ഷം എന്നെ വല്ലാതെ ആകർഷിച്ചു. അതായത് 4 മണി മുതൽ ഒരു ദിവസം തുടങ്ങുന്നുണ്ട്. പിന്നെ ഓംകാരം, സുപ്രഭാതം, ജപം, ധ്യാന അതികളെല്ലാം അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു നല്ല അന്തരീക്ഷമാണ്. പറഞ്ഞു കഴിഞ്ഞാല് കണ്ണൂരിലെ മുൻ DP രാജമാസ്റ്റർ എൻ്റെ ബ്രദർ ഇൻ ലോ ആണ്. ലക്ഷ്മണ മാഷ ഭാര്യ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ അപ്പൊ അത് ആ വീട്ടിൽ അന്നുണ്ടായിരുന്ന അന്തരീക്ഷം പിന്നീട് ഞാനും പിന്തുടർന്നു. ഇപ്പോഴും 4 to 6 ആ സമയം ഞാനും ഈ ആധ്യാത്മിക കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കും. പിന്നെ ശേഷി മറ്റ് ഭൗതിക കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്ന പതിവുള്ളൂ. പിന്നെ ഈ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞാല്, ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടൊന്നും ഓർമ്മയില്ല, ഒരു 90-കളിൽ ഒരു പിന്നെ സ്വാമി കുൽവന്ത് ഹോളിലേക്ക് നടന്നു വരുന്ന ഒരു സമയം, ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ടില്ല, ആദ്യം ദർശനത്തിന് പോയി. അവിടെ ഇരിക്കുമ്പോൾ സ്വാമി ഇങ്ങനെ നടന്നു വരുന്ന ഒരു സമയം ഞാൻ കാണുന്നത് ഭഗവാന്റെ മുടിക്ക് ചുറ്റും ഈ ബ്ലൂ ആൻഡ് റോസ് കളറിൽ ഓറ ഇങ്ങനെ. ഞാൻ ഇത് തന്നെ നോക്കിയിരുന്നു, എല്ലാവരും കാണുന്നുണ്ടാവും എന്നുള്ള തോന്നലും. ഇങ്ങനെ കുറേ സമയം സ്വാമി ഇങ്ങനെ നടന്ന് ദർശനത്തിന് വന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നവരെല്ലാം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതിനുള്ള ഭാഗ്യം എല്ലാവർക്കും സാധ്യമല്ല എന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത്. ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ എപ്പോഴും ഈ രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും, ഭഗവാന്റെ. ഇപ്പോഴും ഞാൻ അതെന്നും ഓർക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്വാമീനെ ഞാൻ 78 മുതൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ബാംഗ്ലൂർ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. പലതവണ അതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ പാദ നമസ്കാരം പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. കുട്ടിയൊക്കെ ഓം എന്ന് സ്ലേറ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള അനുഭവങ്ങളെല്ലാം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തില് കാലങ്ങളില് സ്വപ്നത്തിലാണ് ഭഗവാൻ പലപ്പോഴും സ്വാമീനെ കാണുന്നതിന് മുമ്പ് പിന്നെ സ്വാമീനെ, ആ സമയത്തുള്ള സ്വാമീന്റെ രൂപം പലപ്പോഴും കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പുട്ടവർത്തിയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോഴും സ്വാമീനെ പലപ്പോഴും സ്വപ്നത്തിൽ ദർശനം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ജോലിക്ക് പോകുന്ന സമയത്തും ജനുവരി ജൂലൈ പരമാവധി പോകാൻ ശ്രമിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. ചിലപ്പോൾ ലീവെല്ലാം കിട്ടാൻ വലിയ പാടായിരിക്കും. സീനിയർ ഓഫീസേഴ്സ് ചിലപ്പോൾ എല്ലാവരും ഒന്നും ഡിവോട്ടീസ് ഒന്നും ആയിരിക്കില്ല, എന്നാലും എന്തെങ്കിലും ഒപ്പിച്ചിട്ട് പോയിട്ടുണ്ട് ഡ്യൂട്ടിക്ക്. ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ രാവിലെ ഭഗവാൻ ആ സമയത്ത് ഒരു ഹിന്ദു ഇല്ലാണ്ട് വരുന്നൊരു അവസരങ്ങൾ ഉണ്ടായാലുണ്ട്. ഇങ്ങനെ പുറത്ത് ആളിങ്ങനെ ഇരുന്നിട്ടുണ്ട്. ടോക്കൺ ഒന്നും ഇട്ട് കഴിഞ്ഞില്ല, ടോക്കൺ പ്രകാരമാണല്ലോ ഉള്ളിലേക്ക് കടത്തുന്നത്. അങ്ങനെ ഇരുന്നപ്പോ അപ്രതീക്ഷിതമായി ഭഗവാനെ യജുർ മന്ദിരത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങി വന്നു. അവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ടല്ലോ ബാക്ക് സൈഡില്, അവിടെ ഒരു കോർണറ് ആ ഗേറ്റ്, സ്വാമിനെ കണ്ട ആവേശത്തിലും ഗേറ്റ് തള്ളി തുറന്ന് പുറത്തു പോകാൻ പോയപ്പോ ഞാൻ വളരെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഗേറ്റ് ഇങ്ങനെ പിടിച്ചിരുന്നപ്പോ അവരെന്റെ റൈറ്റ് ഹാൻഡ് റിംഗ് ഫിംഗറിൽ ഒരു കടി തന്നു. കടിച്ച് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കടി. ഒന്നും പറയാനൊന്നും പറ്റൂലല്ലോ. സ്വാമി അങ്ങ് പോയി, രക്ഷപ്പെട്ട് ഉള്ളിലേക്ക് കടന്നുപോയി. അങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തുള്ള ഓരോ അനുഭവങ്ങള് ചിലപ്പോ ഇങ്ങനെ മനസ്സിൽ വരും. ഇങ്ങനെ ഒരു തവണ ഇങ്ങനെ ഞങ്ങള് ഇൻസൈഡില് ക്ലീൻ ചെയ്യായിരുന്നു. വളരെ കുറച്ച് പേര് ആ സമയത്ത് ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്വാമി ഇങ്ങനെ കാഷ്വലായിട്ട് ഹാളിലേക്ക് വന്നു. ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോയി, ഒരു കറക്കം അങ്ങോട്ടേക്ക് പോയി, അങ്ങ് ചുറ്റി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് ഞങ്ങളടുത്ത് ചോദിച്ചു, ചിരിച്ചും കൊണ്ട് ഡ്യൂട്ടി ചെയ്യാന്നോന്ന് ചോദിച്ചു. അതും പറഞ്ഞ് സ്വാമി ആളുന്നങ്ങ് പുറത്തേക്ക് പോയി. അങ്ങനെ ഡ്യൂട്ടിക്ക് ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഒരുപാട് അനുഭവങ്ങള്, പിന്നെ ഇങ്ങനെ ഔട്ട്സൈഡിൽ ചിലപ്പോ ഇൻസൈഡിൽ തന്നെ വളരെ അടുത്ത് ചിലപ്പോ കാണാൻ പറ്റിയെന്ന് വരില്ല. ഔട്ട്സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്വാമി
ഇങ്ങനെ അതിലെ കൂടി എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ബോഡി ലാംഗ്വേജിൽ ഇങ്ങനെ തരാം, ബോഡി ലാംഗ്വേജ് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടാവും, നമുക്ക് മനസ്സിലായിന്ന് വരില്ല. ചിലപ്പോ തോന്നും ഒന്നിങ്ങോട്ട് നോക്കിയിരുന്നെങ്കിൽ തോന്നുമ്പോ വളരെ ഇന്റൻസിറ്റി ഉള്ള ഒരു പ്രകാശ സ്വാമീന്റെ കണ്ണുകളിൽ നിന്നെങ്കിൽ നമ്മളിലേക്ക് പതിക്കുന്നതായിട്ട് തോന്നും. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെ അനുഭവങ്ങള്. ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങള് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ പിന്നെ ബാലവികാസിൽ വന്നതിനെ പറ്റി പറയൂ. ഞാൻ പറയൂ. ഗുരുവായിട്ടുള്ള അനുഭവങ്ങൾ പറയും. പിന്നെ അതെ, പിന്നെ 2024 ഓഗസ്റ്റില് ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ചേച്ചി. പിന്നെ പനി വന്നപ്പോ 1-2 തവണ തലയടിച്ച് വീണ് തല പിളർന്ന പോയിട്ടുള്ള ഒരു അനുഭവം ഇപ്പൊ അടുത്ത കാലത്താണത്. പിന്നെ അങ്ങനെ എന്ത് തന്നെ ആയാലും രക്ഷപ്പെടൂല എന്ന് തോന്നുന്ന രീതിയിലുള്ള വീഴ്ച. ഞാൻ ഷവറിന്റെ ചോട്ടിൽ കൊണ്ട് തല ഇങ്ങനെ കാണിച്ചു. പിന്നെ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചപ്പോ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ പറയുന്നത്, ഒന്നുമില്ല എന്നാ പറഞ്ഞത്. തലേന്റെ ബേക്കെല്ലാം പഞ്ഞി പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വീഴ്ച പിന്നെ പലപ്പോഴും സ്വാമി കൂടെ തന്നെ ഉണ്ട് തോന്നുന്ന ചില സന്ദർഭങ്ങളാണ് ഇത്. ഒരു തവണ ഇങ്ങനെ എയർപോർട്ടില് പിന്നെ മോളെ കൂട്ടാൻ പോയി, ഒരുപാട് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസം നോക്കുമ്പോ പിന്നെ പനി. എന്നാലും സാധാരണ ഈ സൂര്യഗായത്രി 108 തവണ രാവിലെ ജപിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. ഈ പിന്നെ ഞാൻ ജപമാല എടുത്തിട്ട് ഇങ്ങനെ ചെയറിൽ ഇരുന്നിട്ട് വയ്യ, എന്നാലും ജപിച്ചുകൊണ്ടിരിക്കുമ്പോ വീണു. ഇങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇനി തലയിലൊന്നും ഒരു സൂചി കുത്താൻ സ്ഥലം ബാക്കിയില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഭർത്താവിന് വന്ന സ്ട്രോക്ക്, അത് ആദ്യം കണ്ട ഡോക്ടർക്ക് മനസ്സിലായിരുന്നില്ല ഇത് സ്ട്രോക്കിന്റെ തുടക്കം എന്നുള്ളത്. സംസാരത്തിന് ഓർമ്മക്ക് ഒന്നും ഒരു കുറവില്ല. ഇത് ആദ്യം കണ്ട ഡോക്ടർ പിന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു രോഗത്തിന്റെ തുടക്കം എന്നുള്ളത്. ഒരു പഠിച്ച പുസ്തകം ശരിയല്ലേന്നും അറിയില്ല. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ പോകുന്നുള്ളൂ ഡോക്ടറെ കാണിക്കാൻ. അവിടെ മിംസിലെത്തിയപ്പോഴും അറിയുന്നത് സ്ട്രോക്കിന്റെ തുടക്കമായിരുന്നു എന്ന്. ഡോക്ടർ പറഞ്ഞു ഇന്നലെ വന്നിരുന്നെങ്കിൽ ഒരു ഇഞ്ചക്ഷനിലങ്ങ് മാറുമായിരുന്നില്ലേ. ഇത് സ്ട്രോക്കാന്നൊന്നും മനസ്സിലായിട്ടേ ഇല്ല. ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല, പിന്നെ നടത്തം ചെറിയ സ്ലോ ആണ്. അന്ന് കൃത്യസമയത്ത് ആ ഡോക്ടർ ആ രോഗം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഒരു തവണ നമ്മളിങ്ങനെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ഇങ്ങനെ ടെമ്പോ ട്രാവൽസിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മൈസൂരിൽ അർദ്ധരാത്രി എത്തിയപ്പോ ഒരു കരിമ്പിൻ ലോറിയേറ്റ് കൂട്ടിയിടിച്ച് അതിന്റെ കാരിയറെല്ലാം തെറിച്ച് എങ്ങോട്ടോ പോയി. നമ്മളെ ലഗേജെല്ലാം അതിലാണ് ഉള്ളത്. ആരും വഴിക്കില്ല, വിജനമായ ഒരു സ്ഥലം. അങ്ങനെ പിന്നെ നോക്കിയപ്പോ എങ്ങനെയോ രക്ഷപ്പെട്ട് അവിടെ നിന്ന് എങ്ങനെയല്ലോ റിപ്പയറെല്ലാം ചെയ്തിട്ട് വരാൻ അവസരം കിട്ടി. പിന്നെ 70ാം പിറന്നാളിന്റെ സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം എവിടുന്നും കിട്ടുന്നില്ല, എല്ലാവരും വിശന്ന് വലഞ്ഞ്. അപ്പോ ട്രെയിൻ ഇറങ്ങിയ ഉടനെ അവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച ഒരവസരം. ചെറിയ ചെറിയ അനുഭവങ്ങളാണ് പറയുന്നത്. ബാലവികാസിനെ പറ്റി പറയണമെന്ന് ചേച്ചി പറഞ്ഞു. ബാലവികാസില് എനിക്ക് എങ്ങനെ ആയാലും വെറുതെ ഇരിക്കാൻ തോന്നിയേയില്ല. എന്ത് വയ്യാൻ തോന്നിക്കഴിഞ്ഞാലും പിന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സ്വാമി ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന പോലെ തോന്നും. അത് ചെയ്യണം, ഇത് ചെയ്യണം, പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഇതില് പല കാര്യങ്ങളും നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് വെറുതെ ഇരിക്കാൻ പാടില്ല. അടുത്ത ജനറേഷനെ സൃഷ്ടിച്ചെടുക്കേണ്ട ആൾക്കാരല്ലേ നമ്മള്. അപ്പോ ഇത് പല ആക്ടിവിറ്റീസും പിന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം, പിന്നെ കൊറോണ കാലത്ത് കുറേ കാര്യം ഓൺലൈൻ പരിപാടികൾ ഉണ്ടായിരുന്നപ്പോ ഈ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദിവസേന പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ഇതും വരുമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാനൊരു certain ടൈം കൊടുത്തിട്ട് പിന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ ഇത്ര ടൈമിനുള്ളിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളോടെ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ നന്നായിട്ട് ആൻസർ ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. പിന്നെ ചിലയാള് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടല്ല, അത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അങ്ങനെയെല്ലാം വന്നപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് നിർത്തി. പിന്നെ പേരൻസിന്റെ സപ്പോർട്ടോട് തന്നെ ഇത് ചെയ്യും തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ നിർത്തി. അങ്ങനെ ചില കാര്യങ്ങള്
ഓൺലൈനിൽ ആ സമയത്ത് ഒരുപാട് ആക്ടിവിറ്റീസ്, ഈശ്വരാമ്പ ഡേ പോലും ഓൺലൈനിൽ വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. ക്വിസ് പ്രോഗ്രാമും അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും പരമാവധി അവസരങ്ങൾ കുട്ടിക്ക് ഉണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിർത്തേണ്ട സമയത്ത് ചേച്ചി പറയണം, ആയോ എന്നൊക്കെ അറിഞ്ഞൂടാ. സൈറാം സമയമായോന്നറിയില്ല. സൈറാം അങ്ങനെ ബാലവികാസില് ഇപ്പോഴും നമ്മളെല്ലാം സ്വാമീന്റെ ദർശനം, സ്പർശനം, സംഭാഷണം എല്ലാം കേട്ടിട്ടുള്ള ആളുകളാണ്. അപ്പൊ അടുത്ത തലമുറയ്ക്ക് നമ്മളെ ഒരു സന്ദേശവാഹകന്മാരായിട്ട് തന്നെ പ്രവർത്തിക്കണം. സ്വാമിന്റെ 100-ാം പിറന്നാൾ അടുത്ത സമയമാണല്ലോ. അങ്ങനെ പറ്റുന്ന കാര്യങ്ങൾ സ്വാമി എല്ലാം ഇവിടെ തന്നിട്ട് പോയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഇവിടെ സ്വാമി തന്നിട്ട് പോയതാണ്. അത് ഇനി പ്രചരിപ്പിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും എല്ലാം നമ്മൾ തന്നെയാണ്. അല്ലാണ്ട് സംസാരത്തിൽ എന്തിരിക്കുന്നു, സംസാരത്തിൽ മാത്രം ഒന്നുമില്ല. ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ ഏതൊക്കെ, എല്ലാവർക്കും ഏരിയ ഒന്നായിരിക്കുമല്ലോ. ചിലപ്പോ ചിലയാൾക്ക് ബാലവികാസത്തിലായിരിക്കും താല്പര്യം, ചിലയാൾക്ക് സർവീസ് ആക്ടിവിറ്റീസിലായിരിക്കും താല്പര്യം, ഇത് സ്പിരിച്വാലിറ്റിയിലായിരിക്കും ചിലർ ഇങ്ങനെ ഷെയർ ചെയ്യുക. അപ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കഴിയുന്ന കാര്യങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പം ചെയ്യാൻ ശ്രമിക്കുക. എത്ര കാലം നമ്മളെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാവുന്നൊന്നും നമുക്ക് ഒരു നിശ്ചയമില്ല, ആരെ കാര്യവും പറയാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. സമയമായി തോന്നുന്നു. 9:27 കാണിക്കുന്നുണ്ട്. സൈറാം 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 പ്രസന്റേഷൻ ഉണ്ട്. ఎంత మాత్రమున ఎవరు తలచిన అంత మాత్రమే నీవు. అన్నమాచార్యులు చెప్పారు. అన్నమాచార్య ఒక్కొక్కరు ఎంత మాత్రం తలుస్తారో అంత మాత్రమే వస్తుంది. Annamacharya has declared God appears to them depending upon సముద్రంలో కావాల్సినంత జలం ఉంటుండాలి. There is plenty of water in ocean. ఎవరెవరు ఎంత పాత్రను తీసుకొని పోతారో అంత పాత్రకే దాన్ని నీరు తీసుకొని రావాలి. The water which you can bring depends upon the vessel. సముద్రంలో దండిగా జలం ఉన్నది కదా అని చిన్న పాత్రను తీసుకొని పోయి ఎక్కువ జలం కావాలంటే అది సాధ్యమవుతుందా? If you carry a small vessel and say that there is plenty of water in ocean, I should have more. Can you get more? భక్తి ప్రపత్తులంతా కూడా ఆ స్థితికి ఉంటున్నాయి. Today's devotion and prapatti are like that. ముందు ఒక వేషము, వెనక మరొక వేషము. Before there is one type. ముందు ఒక నడత, వెనక మరొక నడత. There is a difference in your జగత్తుని మోసం చేసినట్టుగా ప్రవర్తిస్తున్నారు. You are trying to deceive the world. ఇది సరియైనటువంటి యొక్క భావం కాదు. This is not correct. ఇలాంటి ప్రవర్తనను సూచించే నాస్తికులు అధికమైపోతున్నారు. It is an account of this kind of conduct and behavior. ఈ నాస్తికత్వానికి నాస్తికులే కారణం. It is only the people who believe who are responsible for the growth. చేయకపోవడమే దీనికి మూల కారణము. The most important reason is భక్తి ప్రపత్తులు ఏ విధంగా ప్రకటిస్తున్నారో దానికి తగినటువంటి నడతలు లేకపోవడమే మూల కారణము. Your conduct is not according to the devotion which you proclaim and to have. కనుక మనం ఈనాటి నుంచి అయినా మన దుర్గుణములను, దుర్భావములను కేవలం హోమంలో అర్పితం గావించి సద్భావములను, సదాచారమును, సత్యమాటలను మనం అభివృద్ధి పరచుకోవడానికి ప్రయత్నించాలి. From today at least you have to offer all your bad thoughts and bad actions into Homa as an offering. And today onwards at least you should live a good life based upon good thinking, good conduct, good behavior. ഭജന ഗൗതം ഭജന പാടിക്കോളൂ. പ്രഭാതി ഗൗതം ഉണ്ടോ? ഗൗതം ഇപ്പം വിളിച്ചു. പാടിക്കോളൂ. പാടിക്കോ. കുട്ടി ഇതിൽ കേറിയിട്ട് കാണുന്നില്ലേ ചേച്ചി? മേഡം പാടിക്കോ. അയ്യോ ഞാൻ പാടിയാൽ ശരിയാവൂല. സായിരാം. ഗൗതം റെഡിയല്ലേ? കുട്ടിക്ക് ലിങ്കിൽ കേറാ 2 ഫോണിൽ നോക്കി കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു.
महिषासुरमर्दिनी ममतापविमोचिनी माधव सोदरी मङ्गलकारिणी महिषासुरमर्दिनी ममतापविमोचिनी माधव सोदरी मङ्गलकारिणी पुट्टपर्तीश्वरी सत्यसाईश्वरी पुट्टपर्तीश्वरी सत्यसाईश्वरी संगीतरूपिणी सरस्वती नमोस्तुते संगीतरूपिणी सरस्वती नमोस्तुते महिषासुरमर्दिनी ममतापविमोचिनी माधव सोदरी मङ्गलकारिणी पुट्टपर्तीश्वरी सत्यसाईश्वरी संगीतरूपिणी सरस्वती नमोस्तुते संगीतरूपिणी सरस्वती नमोस्तुते महिषासुरमर्दिनी ममतापविमोचिनी माधव सोदरी മംഗളകാരിണി. സായിരാം. സായി ഉപമ. വിഷ്ണുവിനെ ഭുജംഗശയനൻ എന്നും ശാന്താകാരൻ എന്നും വിശേഷിപ്പിക്കുന്നു. ഭുജംഗം അഥവാ സർപ്പത്തിന്റെ വിഷം വിഷയങ്ങളെ അഥവാ ലൗകികമായ വസ്തുതകളെയും ആഗ്രഹങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾ അതിന് മുകളിൽ ശയിക്കുമ്പോൾ അതിന് നിങ്ങളെ പൊതിഞ്ഞ് വരിഞ്ഞു മുറക്കുവാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾക്ക് ശാന്തഭാവത്തിൽ ഇരിക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ വഞ്ചി വെള്ളത്തിന് മുകളിൽ ആയിരിക്കണം. വെള്ളം വഞ്ചിക്കുള്ളിൽ കയറിയാൽ അപകടം ഉണ്ടാകും. അതിന് അനുവദിക്കരുത്. ലോകത്തിൽ ജീവിക്കുക, പക്ഷേ ലോകത്തിൻ്റെതായി ജീവിക്കരുത്. ഇതാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. ഭഗവാൻ സായിരാം. ശാന്തിമന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓ ശാന്തി ശാന്തി ശാന്തി.